നാളെയും കൂടി മഴയില്ലാണ്ട് കിട്ടി തീർന്നു പോയി. അറിയാനേ ഇത് മഴ ഒരു രക്ഷയില്ലട്ടെ മഴ. മഴ വളം ഇട്ട് വല്ല ഒളിച്ചു പോകില്ലേ ഇട്ട് കാര്യമില്ലല്ലോ. ആ ഓട്ടാ പണിക്കാറുണ്ട്. ബൾക്കറായ നോക്കണോ? ശൈലേഷേ എന്നാ പണിയെടുക്കുന്നുണ്ടാ? അമ്മോനാ അത് ലേശ കപ്പൊക്കെ വെള്ളം ഇടുന്നുണ്ടായിരുന്നു. അതെയാ. ഇതേടി പോയിനു? നമ്മളെ സൂക്ഷ്മക്ക് കഴിഞ്ഞ വെച്ചെന്ന ആലോചന ജാതകെല്ലാം ചേരൂ. ചേക്കൻ ഫിനാൻസ് കമ്പനിയിൽ മാനേജറാ. വലിയ കുഴപ്പമൊന്നുമില്ല. ഓ അതിയാ. ഞാൻ നിശ്ചയത്തിന് ഡേറ്റ് ആണേ നമ്മളെ ബൈജിനടുത്തും വരെ ഒന്ന് പോയതാ. ഇനി അധികം നീട്ടിക്കൊണ്ടാൻ കഴിയില്ലപ്പാ. അതന്നെ അമ്മോ അല്ലേ, അധികം നീട്ടിക്കൊണ്ടോണ്ട, വേഗം നിശ്ചയം കായ്ക്കളാ. പ്രശ്നം അതല്ല, കുറേ കാലം ഓള് പറഞ്ഞ് പഠിച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്, പിന്നെ പറഞ്ഞ് ജോലി ആയിട്ട് മതിയെന്ന്. ഇപ്പം ജോലിയെല്ലാം കിട്ടിയാലും പറയുന്നു ഇനിയും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന്. ഇതൊന്നും എന്നോട് പറയുന്നല്ല, ഓളെ അമ്മച്ചിനോട് പറയുന്ന. ഞാനിതിപ്പം എന്നപ്പം വേണ്ടേ? വേറെ വീട്ടിലെല്ലാം പോയി നിൽക്കണ്ടല്ലോ അമ്മ, ആരും വിചാരിച്ചിട്ട് പറയുന്നതായിരിക്കും ഓള്. ആ കുഴപ്പമില്ല, നമുക്ക് ഓളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ നോക്കട്ടെ വൈകുന്നേരം കാണാൻ അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ നോക്കാം. നീ വൈകുന്നേരം ആക്കണ്ട, ഇപ്പം തന്നെ ഇങ്ങ് പോരി. ഓളെ ഒന്ന് കാര്യങ്ങളും പറഞ്ഞൊന്ന് മനസ്സിലാക്കി തന്നെ വരണ. വിച്ചു വളം ലേസം ലേസം ഇട്ടോ കേട്ടാ. നല്ലോണം മൂടിക്കള പിടി. നല്ലോണം മൂടിക്കള കേട്ടാ, അത് പന്നി വാങ്ങിട്ട് ഇറങ്ങാറായി കളയും. നിശ്ചയത്തിന്റെ കാര്യങ്ങളും വേഗം തീരുമാനിക്കോ. ഓളോട് കാര്യങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ടെൻഷൻ. അടേ ഞാൻ പോന്നേ. പിന്നെ ഇപ്പം വന്ന ആലോചന അച്ഛനോട് സമ്മതാന്നൊന്നും പറഞ്ഞേക്കണോ? എപ്പം 18 വിചാരം. നിങ്ങൾ പണിയെടുത്താട്ടെ പോയിട്ട്. എന്റെ പണിക്ക് തന്നെയാന്ന് ഞാൻ പോന്നു. ഓരോന്നിനാ ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇടാ. ഏയ് എടോ, നീ എന്താ മൈൻഡാക്കാത്തേ? എൻ്റെ അച്ഛൻ്റെ ഇടാ. അന്നെ കൊണ്ടൊന്നും പറയണ്ട. അച്ഛനുടെ നിശ്ചയത്തിൻ്റെ ഡേറ്റ് കാണാൻ പോയിട്ട് വേണ്ടിക്കൽ നാളെ തന്നെ ഇവിടെ വന്നിട്ട് അച്ഛനോട് ചോദിച്ചു. അനക്കിനി അച്ഛനോടൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. നീ തിരക്കാക്കല്ലപ്പാ. ഒരു കൊല്ലം, ഒരൊറ്റ കൊല്ലം കൂടി ഇപ്പം വന്ന് ചോദിച്ചാൽ എല്ലാം കൊളാവും. ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 2 അനക്ക് എന്തായാലും അച്ഛനോട് ഇനി ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയല്ല. ഞാനിനി അച്ഛനോടൊന്നും പറയാനും പോകുന്നില്ല. ഇനി ഇതാണ് യോഗമെങ്കിൽ ഇതങ്ങ് നടക്കട്ടെ. നീ ടെൻഷൻ അടിക്കല്ല. ഈ ആലോചനയല്ലേ, അത് ഞാൻ എങ്ങനെയെങ്കിലും മുടക്കി തരും. നീ പേടിക്കണ്ട. സുധീഷേ, നീ പോകാനിറങ്ങിയിരിക്കല്ലേ? അതെ അതെ. പിന്നെ ഞാൻ റേഷൻ പീടികയിലുണ്ട് അരി വാങ്ങി വെച്ചിട്ട്, ഒന്ന് വൈകുന്നേരം വരുമ്പോൾ ഒന്ന് എടുക്കണേ. നീ നാളിലവരും പെണ്ണോടൊരു വർത്തമാനം കളിയല്ലോ. അതിനെന്നാ ശൈലേഷ് ചേട്ടാ, നമ്മൾ ചെറുപ്പം പോലെ ഒരുമിച്ച് കളിച്ചു വളർന്നല്ലേ. മതി മതി, കളിയും ചീരിയൽ മതി കേട്ടാ. നാളെ മറ്റന്നാൾ കല്യാണം നിശ്ചയിക്കാൻ പോകുന്ന പെണ്ണാന്ന്. ഓട് ഓട്. ശൈലേഷ് ചേട്ടാ, എന്നാ അനക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. സുഷമ്മക്ക് നല്ല പേടിയുണ്ട്. സുഷമ്മക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സംശയമല്ല, അതെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടില്ലേ ഒക്കെ കൈക്കോട്ട് പിടിച്ചേക്കുന്നത്.
അത് നോക്കില്ല 1/2 മണിക്കൂർ വിളിക്കുന്നു ഇതിനെ. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ കുറച്ച് ഒലിപ്പിക്കൽ കൂടുതൽ തന്നെയാണ്. വെറുതെ അല്ല ഈ വരുന്ന കല്യാണാലെങ്കിലും വേണ്ട വേണ്ട എന്നിട്ട് ഓളിങ്ങനെ മുടക്കുന്നത്. ഈ കല്യാണാലോചന നിങ്ങൾ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്തു. സുഷ്മ എന്നാ ശൈലേഷേട്ടാ, ഞാൻ നീ കേൾക്കുന്നത് ഇതെല്ലാം സത്യം തന്നെയാ. പേടിക്കണ്ട. സുധീഷ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേ. പക്ഷെ അതെനിക്ക് നിന്റെ അടുത്ത് നിന്ന് അറിയണം. അതെല്ലാം സത്യമാണ്. കുറേ നാൾ ഒരാളുടെ ഉള്ളിൽ ഇഷ്ടം വെച്ച് നടന്നിട്ട് പെട്ടെന്ന് വേറൊരു കല്യാണത്തിന് സമ്മതിക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം ആരോടും പറയണ്ടേ സുഷമേ? എന്നാലും ഇതെല്ലാം അറിയൂ. ഇതെല്ലാം ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ കൊന്നു കളയോ. നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ? എന്നോട് പറഞ്ഞൂടെ സുഷമേ? ഞാനറിയണ്ടേ? എനിക്കൊന്നും തിരിയുന്നില്ല. നീ പഠിക്കണ്ട. ഈ ആലോചന ശൈലചേട്ടൻ മുടക്കി തന്നാലോ? അങ്ങനെയാണെങ്കിൽ ശൈലേഷേട്ടാ, നിങ്ങൾക്ക് അനക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും. മതി, എനിക്കിത് കേട്ടാൽ മതി. ഓളക്കള്ളനോട്ടമൻ നെഞ്ചില് കൊണ്ടേ കരിങ്കള്ളി വണ്ടുകൾ പറന്നേ പടപടപടാന്ന് ചങ്കിൽ ഒരു ഗുണ്ടുരുണ്ടു വന്നേ. കാലമാകെ മാറി എന്റെ ശൈലേഷ നീ സ്റ്റൈലേഷായി. നീയാടല്ലോ. സുഷ്മ എന്തല്ല ഇത്രയും കാലം നീ എന്നും പറയാണ്ട് മനസ്സിലൊളിപ്പിച്ച പോലെ എനിക്ക് പറ്റൂല. ഐ ലവ് യു. മതിടാ, എങ്ങനെ പറഞ്ഞാൽ മതി. അടിപൊളി. മോളെ, സുധീഷ് വന്നിട്ടാ? ബസ്സിന് സമയമില്ലേ? വേഗം ഇറങ്ങി. അച്ഛൻ പോട്ടെ. ആ വേഗം പോകാം, ബസ്സിന് സമയമായി. അല്ല സുഷമ, എനിക്ക് മുമ്പിലിരിക്കറോ? എന്നിട്ട് വേണം നാട്ടുകാർ അതും ഇതും പറയേ. നീ ആദ്യം വന്ന് എൻ്റെ വീട്ടിൽ കാര്യം പറയും. നീ തിരക്കാക്കല്ലപ്പാ. ഒറ്റ കൊല്ലം, ഒരു കൊല്ലം കൂടി നീ ക്ഷമിക്കേ. ബസ്സിൽ കാണാത്തേ? ബസ് അറിയില്ല, ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി.
സുഷമ അനിയുടെ നക്ഷത്രം. തമ്മോട്ടാ ഇമ്മാസ റേഷൻ വാങ്ങണ്ടേനു. അത് ഇന്നലെ ശൈലേഷ് മേടിച്ചിട്ടാ. അച്ഛാ നീ വേഗം വണ്ടി എടുക്ക്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നാ നീ ഇവിടുന്ന് ആദ്യം വേഗം ഒന്ന് വണ്ടി എടുക്ക്. ഞാൻ പോന്നാ, എൻ്റെ ബസ് ഇപ്പം പോകും. എൻ്റെ ഒരു പൊട്ട വണ്ടി. നീ പോവല്ലപ്പാ, ഒന്നും കൂടെ നോക്കട്ടെ, ഒരു മിനിറ്റ്. മോളെ ശൈലേഷ് വരുന്നുണ്ട്, നീ ശൈലേഷിൻ്റെ കൂടെ പോടും. ശൈലേഷേ, ഒന്ന് നീ അവളെ റോട്ടുമ്പോൾ കൊണ്ടാക്കണേ. ഓ ആ ഇറങ്ങ 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 ഇറങ്ങടാ. അപ്പം ഞാൻ നീ ആ കപ്പൊക്കെ വെള്ളം ഇവിടെ പോയിട്ട്. അല്ല ഇന്നലെ വല്ലവറ്റുണ്ടേ. ആ എന്നാ പറ. സത്യം പറ, നീ എന്നാ ശൈലേഷേട്ടനോട് പറഞ്ഞിനി? അതൊന്നുമില്ലപ്പാ, ഞാൻ ആ കല്യാണം മുടക്കാൻ വേണ്ടി ചെറിയ നമ്പർ ഇട്ടയാന്ന്. എന്ത് നമ്പർ? എന്ത് നമ്പർ? വേറെ ഒന്നുമില്ല, എനിക്ക് ഓറെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നീ വേറെ കല്യാണം സമ്മതിക്കാത്ത ഞാനങ്ങ് പറഞ്ഞു. എന്നാലും പിന്നെ എനിക്ക് വേറെ ഐഡിയ തോന്നിയിട്ടൊന്നുമില്ല. അതിനെ കൊണ്ടെന്നാ കല്യാണം മുടക്കിയിട്ടില്ലേ? മര്യാദക്ക് ഇന്ന് തന്നെ അവളോട് മാറ്റി പറഞ്ഞോളണം. അതിന് ഇന്ന് ചൂടാകുന്നേ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. മിണ്ടി പോരെ, ഇന്ന് തന്നെ അവരോട് മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ അന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ അറിയൂ. എടാ സുധീഷ, നീ ഇത് കണ്ട പണ്ട് സുഷമ ചെറുതായാലോ ഞാൻ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന നോക്കറ ട്രൗസറിലോട്ടിട്ട്. പഴയ ഒരു ആൽബത്തിൽ നിന്ന് ഇന്നലെ പരിചയം കിട്ടിയതാ. ശരിക്കും ഇപ്പടെ ഞാൻ ജീവിക്കുന്നതിനൊരു അർത്ഥം ഉണ്ടായേ. അല്ല ശൈലേഷേട്ടാ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ മനസ്സല്ലേ, എപ്പാ എങ്ങനെയാ മനസ്സ് മാറുമെന്ന് പറയാൻ പറ്റൂല. അല്ല ഞാൻ പറയാ, സുഷമയെങ്ങാനും നിങ്ങളെ തേച്ചിട്ട് ഓരോരുത്തരുടെ കൂടെ പോയി എന്നാ ചെയ്യാ അല്ലേ? ഞാനെന്നാടാ ചെയ്യണ്ടേ? എനിക്ക് ഓളെ ഒന്നും ചെയ്യാനാവില്ല. ഓളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി. പക്ഷെ ഓനെ ഞാൻ കൊല്ലും. ചെല്ല ചേട്ടാ, ചെല്ല ചേട്ടാ. സുഷമേ, എന്തല്ല? എന്നാട്ടാ? ഒന്നുമില്ലപ്പാ, ഇതിലൂടെ പോന്നാണ്ടോണ്ട് വിളിച്ചേ.
ഈ ബസ്സിൽ എന്തൊരു തിരക്കാന്നേ. എത്തുമ്പോഴത്തേക്ക് മനുഷ്യന് ഭയങ്കര തലവേദന എടുത്തുപോയി. മോളെ, ഞാൻ എന്നായി കേൾക്കുന്നു. ഇവിടെ സുധീഷേ, എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം എന്നോടല്ലേ പറയണ്ടേ. അനക്ക് നല്ല ചെറിയൊരു അബദ്ധം പറ്റിപ്പോടാ. എന്നാ കാര്യം എൻ്റെ സൂക്ഷ്മൻ്റെയും കാര്യം ഞാൻ ഇന്നലെ അറിയാണ്ട് അമ്മോനോട് പറഞ്ഞു പോയി. എൻ്റെ മോനെ, നിങ്ങളെന്ത് പണിയെടുത്തേ? നിങ്ങളൊന്ന് പൊട്ടനാ? അന്നോട് ചോദിക്കാൻ ഒരു കാര്യം ചെയ്തിട്ട് സമാധാനമായല്ലോ, അമ്മോനെ ഏൽപ്പിച്ച സമാധാനമായല്ലോ. എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. എന്നോടാ അമ്മ എന്നെ കുറേ ചീത്ത പറഞ്ഞു. ചീത്തയാ? നിങ്ങൾക്ക് അടി കിട്ടാതെ എന്തോ ഭാഗ്യാന്ന്. മതി മതി, എല്ലാം നിർത്തിക്കളാ. അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല കേട്ടാ. എല്ലാം മനസ്സ് നിർത്തി കളഞ്ഞാളാ. മതി, സാറില്ല, പോട്ടെ. ഇല്ലടാ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അമ്മോൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഇങ്ങനെ എന്തും കൊണ്ട് എനിക്ക് ആദ്യമേ പറഞ്ഞുകൂടേനാന്ന് പറഞ്ഞിട്ട്. നമ്മളെ കാര്യത്തിൽ 1-2 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമായി തരാൻ പറഞ്ഞ അമ്മ. ശരി ചേട്ടാ, ഞാൻ ഓടൊന്ന് മുണ്ടിട്ട് തരാം. അതിനെന്നാടാ, നിങ്ങൾ ചെറുപ്പം പോലെ കളിച്ചു വരുന്ന ആൾക്കാരല്ലേ, പോയിട്ട് വിളിക്കാം. ഇയാളാകെ കൊളാക്കിയല്ലോ. നീ പഠിക്കണ്ട, എനിക്കൊരു ഒറ്റ കൊല്ലം കൂടിയ സമയം പോടും കേട്ടാ. പിന്നെ ഇയാളെ കാര്യം അത് ഞാൻ എങ്ങനെയെങ്കിലും മുടക്കിക്കോളും. ഇതിനിപ്പോൾ മുടക്കാനൊന്നും നിൽക്കണ്ട. വീട്ടിലെല്ലാവർക്കും ഓരോ ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. അതെങ്ങനെ അങ്ങ് ഉറപ്പിക്കല്? കണ്ടത്തിൽ ചളിയിൽ പണിയെടുക്കുന്ന ഒരുത്തനെ ഇതിൻ്റെ തലയിൽ കെട്ടി വെക്കാനാ? നിന്റെ അച്ഛൻ എന്ത് കേട്ടിട്ട് ചെയ്ത്? ഇയാൾക്ക് നിങ്ങൾക്ക് പണിയുണ്ടാ? നീ രാവിലെ മുതൽ ഇൻസൈഡ് ആക്കിയിട്ട് അച്ചാർ കമ്പനി പോയിട്ട് ഒരു സത്രി ഉണ്ടാക്കും. ഓരങ്ങനെയല്ല, രാവിലെ 4 മണി മുതൽ 11 മണി വരെ റബ്ബർ ടാപ്പിങ്. അത് കഴിഞ്ഞിട്ട് സ്വന്തം കണ്ടത്തിൽ വാഴയും കപ്പയും കൃഷി. ഇതൊന്നും കൂടാണ്ട് ആരെങ്കിലും പറമ്പിൽ തേങ്ങ പറിക്കാനോ മരം മുറിക്കാനോ ഉണ്ടെങ്കിൽ അതിനും പോവും. എങ്ങനെ നോക്കിയാലും ഓരോ ദിവസം ഒരു 3000 ഉറുപ്പ്യൻ്റെ പണിയെടുക്കുന്നുണ്ട്. വീട്ടുകാർക്ക് മാത്രമല്ല, ഞാൻ നോക്കിയിട്ട് അവർക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ ഇതൊന്നുമല്ല മെയിനായിട്ടുള്ള കാര്യം. ഞാൻ വേറൊരുത്തൻ്റെ പെണ്ണാന്ന് തമാശക്ക് പോലും അവർ ഒരിക്കലും പറയില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. എനിക്കത് മതി. സുഷ്മ, ഞാൻ വീട്ടിനങ്ങോട്ടാ വരുന്നുണ്ടാ. ഒളകള്ളനോട്ടമൻ